ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷീനിന്റെ ഹോൾ വീഡിയോ ആയിട്ടാണ്. എത്ര പേര് ഷീനിന്റെ അങ്ങനെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയാ വാങ്ങിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നല്ല സാധനങ്ങൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഒന്നും ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാക്കേജ്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇത് സനു വാങ്ങിയതാണ്. ഞാൻ ജോലിക്ക് പോയ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മളെ മനസ്സിലായാലോ ഇതിങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇതിങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാം. സനു അത് ഓപ്പൺ ചെയ്ത് സനുവിന് സമാധാനമില്ലാണ്ട് ഇതിൽ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞു. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഷീന്ന് വാങ്ങിയത് കാരണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് എന്താ പറയുക, ഇതൊരു മാറ്റാണ്. നമ്മുടെ ഡോറിൻ്റെയും അതിൻ്റെ സൈഡിലൊക്കെ ഇടാൻ പറ്റുന്ന. റേറ്റൊന്നും കറക്റ്റായിട്ടും കടലേന്ന് സംഘം വാങ്ങിയാൽ എനിക്കറിയില്ല. ഇതാണ് മാറ്റ്. നല്ല ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഏതോ 1 പൗണ്ടിൻ്റെ താഴെയൊക്കെ വരുന്നുള്ളൂ. നല്ല നല്ല സാധനമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഐറ്റം എന്ന് പറയുന്നത് ഒരു സിലിക്കോൺ യൂട്ടൻസിൽസ് സെറ്റാണ്. ഇതൊരു പ്ലാസ്റ്റിക് ഹോൾഡറും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇത് ഓൾറെഡി നോക്കിയതാണ്. ഇതാണ് സാധനം. നമ്മൾ ഒരുപാട് മറ്റേ യൂട്യൂബ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. യൂട്യൂബല്ല, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ ഷോർട്സിൽ കണ്ടിട്ടുണ്ട്. ഇത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ സനുവിൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണിത്. അതില് എനിക്ക് തോന്നുന്നു ഈ എഗ്ഗിന്റെ യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് തോന്നുന്നത്. ഞാൻ ടെമ്മിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലക്കറ്, പിന്നെ ഇതെന്താന്നറിയില്ല. ഇത് നോക്കട്ടെ, എന്താന്ന് എനിക്കറിയില്ല. നോക്കാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, നമ്മുടെ സ്പൂണും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. സ്പൂണല്ല, പിന്നെ ഇത് അതിന് എല്ലാ ഒരു എന്താ 12 പീസാണ് ഇതുള്ളത്. ഇതിൻ്റെ സെറ്റിലുള്ളത് 12 പീസാണ്. അപ്പോൾ അതാണിത്. അപ്പോൾ നമ്മൾ ആ യൂട്ടൻസിൽ സെറ്റിൻ്റെ ഈ സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതിനുവേണ്ടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനും റിസർച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ബോക്സിനെ പൊട്ടിച്ചതാണ്. ഇതാണ് ഗൈസ് നമ്മളെ കണ്ടെയ്നർ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ്. നല്ല അടിപൊളി കണ്ടെയ്നർ. അത് നല്ല എയർ ടൈറ്റും ഒക്കെ ആണ്. വെച്ചിട്ട് കിട്ടുന്നല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് വെക്കാനോ എല്ലാത്തിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് എത്ര 1 പൗണ്ട് സംതിങ് ഒക്കെ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എത്രയാണ് എക്സാക്ട് റേറ്റ് എന്നുള്ളത്. ഞാൻ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താ നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ബ്രഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ടേൺ ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാൻ സ്ലൈഡ് നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൽ നമുക്ക് ബ്രഷസും അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇത് ഓൾറെഡി ഒരു ഇത് ഞാൻ ടെമ്മൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തന്നെ അറിയില്ല ഇതെന്താ സാധനം. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഇതാണ് ഗൈസ്. നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്പൂണാണ് ഗോൾഡൻ കളറിൽ. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതാലോ എല്ലാവരും ഗോൾഡൻ കളറിൽ ഇങ്ങനെ ലെങ്തി സ്പൂണൊക്കെ യൂസ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഐറ്റമാണ്. അപ്പം അതിൻ്റെ തന്നെ ഒരു നൈഫുണ്ട്, പിന്നെ ഒരു ഫോർക്കും ഉണ്ട്, പിന്നെ ഒരു ചെറിയ സ്പൂണും ഉണ്ട്. ചെറിയ സ്പൂൺ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്പൂണും ഉണ്ട്. അപ്പോൾ ഇതും ഷീനെന്ന് വാങ്ങിയാണ്. അപ്പം ഇത് നല്ല ഇഷ്ടമായി. എനിക്ക് നല്ല കളറും നല്ല ലുക്കുണ്ട് സാധനം. ഇതാണ് നെക്സ്റ്റ് പാക്കേജ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട്, അതായത് ഇന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്താണ് ഷീനിന്ന്. ഇത് എനിക്കിങ്ങനെ ഒരു ഓഫറിൽ കിട്ടിയത്. അതായത് നമ്മൾ ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ 4 ഐറ്റം ഫ്രീ, അങ്ങനെ ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്കിത് സെൻഡ് ചെയ്ത് തന്നത്, ഈ ഓഫർ സെൻഡ് ചെയ്തത് ആസിന ബാബയാണ്.
അസിനബാബിക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം എനിക്കത് കാരണം ഞാൻ ഒരെണ്ണത്തിനെ പേസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അത് വേർത്താണോ നോക്കാം ആ എമൗണ്ടിനുള്ളത്. ഇതെന്താന്ന് വെച്ചാല് നമ്മളൊരു ഷോ പീസ് പോലെ വെക്കുന്ന സാധനമാണ്. കടയില്ല, ഇത് ഒരു മൊബൈൽ സാൻഡ് പെയിന്റിംഗ് ആണ്. ഇതൊരു സാൻഡിന്റെ ഒരു എന്താ പറയാ, എങ്ങനെ ഞാനും ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ആ ഭംഗിയുണ്ട്. അതായത് ഇത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വരും. അതാണ് സംഭവം. കളർ വീഡിയോയിൽ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമുക്കിതിന് ഇങ്ങനെ ഇത് ഫുള്ളി സാൻഡ് ഈ സൈഡിലേക്ക് വന്നാലും നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. 360 ഡിഗ്രി റൊട്ടേഷൻ കണ്ടോ. അപ്പൊ ഇതെനിക്ക് വർത്തായിട്ടാണ് തോന്നുന്നത്. എല്ലാം ഒരു 5 പൗണ്ട് ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും 5 പൗണ്ട്സ് എത്രയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കിത് അത് വർത്താണ് ഇതിനുള്ളത്. അതിനുള്ള നല്ല അടിപൊളി സാധനമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മള് അടുത്ത ഐറ്റം എന്താണെന്ന് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഇതാണ് ഞാൻ പേ ചെയ്ത ഐറ്റം. ഇതിനാണ് ഞാൻ 5 or 6 പൗണ്ട് കൊടുത്തത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അതിലിങ്ങനെ എന്താ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് ബാഗ്സ് ആണ്. ചെറിയ ചെറിയ ബാഗ്സ് ആണ്. അപ്പോൾ സ്മോൾ, അതായത് ചെറിയ 7 പീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. 2 കുറച്ച് വലിയ സൈസ് ഉണ്ട്. നമ്മളെ വേറെയുള്ള ഐറ്റം ഷൂസ് ഒക്കെ വെക്കാൻ പറ്റിയതുണ്ട്. ഇതാ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നാട്ടിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ, ടൂർ അങ്ങനെ എപ്പോഴും പോകാറില്ല, എന്നാലും നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. എനിക്കിഷ്ടമായി. കളർ അത്ര ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഈ കളറിനോട് വലിയ ഇഷ്ടമില്ല, കുഴപ്പമില്ല, ഭംഗിയുണ്ട് സാധനം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ഇത് നമ്മൾ ഈ വലിയ എന്താ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതാന്ന് തോന്നുന്നു. ഞാൻ ഫോട്ടോയിൽ കണ്ട സാധനമല്ല ഇത്. ഫോട്ടോയിൽ വേറെ എന്തോ, ഞാൻ ഫോട്ടോ ഇടാം, അതാണ് കണ്ടത്. പക്ഷെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്താ ഈ 2A അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതെ, ഭയങ്കര വലിയൊരു എന്ത് ശരിക്കും നമുക്ക് പറയാ, നാട്ടിൻ്റെ വലിയൊരു ബാഗ് പോലെ ഉണ്ട്. മകന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. കാരണം മകന് എന്താ ഒരു കുറേ എന്താ 2M ബെഡ്ഷീറ്റൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ക്യാമറ തികയുന്നില്ല ഗൈസ്, അത്ര വെളുപ്പാണ് സാധനം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. ഇത് സംഭവം ഇതാണ്, നമുക്ക് 2A അങ്ങനത്തെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പൊടിയൊന്നും തട്ടാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. നമ്മുടെ അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു ഐറ്റമാണ്. ഇതും എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം ഗൈസ്. ഇതുമായിട്ടൊരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം അതേ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് ആയത്. ഉദ്ദേശിച്ച സാധനമല്ലേ, പിക്ചറിൽ കണ്ട സാധനമല്ലേ ഇത്. അപ്പോൾ ഇതും അതിൻ്റെ കളർ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ നമ്മളെ നെക്സ്റ്റ് ഐറ്റം. ഇത് ഇപ്പം നേരത്തെ കാണിച്ച 2 ഐറ്റം പിക്ചറിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റിച്ചു അവർ. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊന്ന് ഒരു അടിപൊളി സാധനം കിട്ടിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ എൻ്റെ കട്ടൊക്കെ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് ഫോട്ടോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ഫോട്ടോ ഇടാം കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതാണ് അടുത്ത ഐറ്റം. ഇതെന്താന്ന് വെച്ചാൽ കംഫർട്ടൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനമാണിത്. നല്ല ക്യൂട്ടാണെങ്കിലും
കാര്യം ചെറുതായതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ആള് ഭംഗിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. കംഫർട്ട് ഒഴിച്ചിട്ട് ഇതില് മറ്റേ അതിന്റെ അളവൊക്കെ ഇതിലുണ്ട്, മെഷർമെന്റ്സ് ഇതിലുണ്ട്. ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പാത്രം. ഭയങ്കര ക്യൂട്ടായിട്ട്. അപ്പോ എന്റെ ഷീൻ പ്രോഡക്ട്സ്, ഞാൻ വാങ്ങിയ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ